സാറാ ജോസഫ്, അവരാണ് ഉദ്ഘാടനം ചെയ്തത്. അവർക്ക് ശാരീരിക പ്രായത്തിന്റെ ഇതുകൊണ്ട് ശാരീരിക അസുഖങ്ങളോ പ്രശ്നമുണ്ടായി. അതുകൊണ്ട് ഇന്നലെ ഹോസ്പിറ്റലിലായിരുന്നു, അതുകൊണ്ട് ഇന്ന് വരാൻ പറ്റില്ല എന്നവര് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഈ ഉദ്ഘാടനം ചെയ്യേണ്ടി വന്നത്. പക്ഷെ അപ്പോഴവരൊരു വാക്ക് പറഞ്ഞു, ഞാൻ ഓൺലൈനിൽ പ്രസംഗിക്കാം. സാറാ ജോസഫിന് ഇപ്പൊ വയ്യ, അവര് കട്ടിലിൽ കിടക്കുവാണ്. അവര് കിടന്നുകൊണ്ട് ഓൺലൈനിൽ പ്രസംഗിക്കാം. അപ്പോ ഈ പ്രസംഗത്തില് ഇത് കിടക്കുന്ന ഓൺലൈനായി പ്രസംഗിക്കുന്നതാണ്. അത് നമ്മളുടെ ഇടയിൽ വേണ്ട എന്നാണ് ഞാൻ പറഞ്ഞത്. പ്രസംഗം വേണ്ടതല്ല, വേണം. പക്ഷേ ഓൺലൈനിൽ കിടന്ന് പ്രസംഗിച്ചാൽ ഇവിടെ ആൾക്കാർക്ക് പ്രയോജനം കിട്ടും. നമ്മളുടെ കൂടെ വരുന്ന ആളുകൾ നമ്മളെ വിശ്വസിച്ച് നമ്മളിലൂടെ അവരുടെ ജീവിതത്തിൽ പരിഹാരം ഉണ്ടാവും എന്ന് വിചാരിച്ചാണ് നമ്മളുടെ ആളുകൾ വരുന്നത്. നമ്മളുടെ സൗന്ദര്യമോ നമ്മളുടെ കഴിവുണ്ടോ നമ്മുടെ ആരോഗ്യം കണ്ടിട്ടല്ല ആളുകൾ വരുന്നത്. അവരുടെ ഇന്നത്തെ ദൈനംദിന നീറുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമ്മൾ സാധിക്കുമെന്നോ പ്രതീക്ഷയിലാണ് വരുന്നത്. അവരുടെ മുമ്പിൽ നിങ്ങൾ 4 നേരം പ്രസംഗിക്കുന്നത് പ്രയോജനമില്ല. 4 നേരം നിങ്ങൾ അവർക്ക് വേണ്ടി പ്രവർത്തിക്കണം. അപ്പോഴാണ് അവർക്ക് പ്രയോജനം ഉണ്ടാവും. അങ്ങനെ പ്രവർത്തിച്ചിട്ട് ആളുകളെ നമ്മൾ കൂടെ നിർത്തണം. പ്രസംഗം ആർക്ക് വേണമെങ്കിൽ എവിടെയും നമുക്ക് ചെയ്യാൻ പറ്റും, മണിക്കൂറുകളോട് ചെയ്യാൻ പറ്റും. പക്ഷെ അതോട് ആക്കി എന്ത് ഗുണം എന്ന് നാം നോക്കണം. നമ്മൾക്ക് ചില ആളുകൾ അവർക്ക് അറിവായിട്ട് പ്രസംഗിക്കുന്നത് ഇപ്പോഴും അവർ മണിക്കൂറുകളോട് പ്രസംഗിക്കുന്നത്. അവരുടെ പ്രസംഗം കേട്ടതിന്റെ പേരിൽ ഏതെങ്കിലും ഒരു കുടുംബത്തിന്റെ ബുദ്ധിമുട്ടിൽ പരിഹാരം ഉണ്ടായിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു കുടുംബത്തിന്, നമ്മൾ കേൾക്കുന്ന മുഴുവൻ ആളുകളുടെ കുടുംബത്തിന് വേണ്ട, ആ കേൾക്കുന്ന ഏതെങ്കിലും ഒരു കുടുംബത്തിന് അതിനൊരു പ്രയോജനം കിട്ടിയതായിട്ട് എവിടെയെങ്കിലും പറയുന്നതോ ചെയ്യുന്നതോ കണ്ടിട്ടുണ്ടോ കാണുവോ കേൾക്കുവോ ചെയ്തിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് പ്രസംഗം നമുക്ക് വേണമെന്ന് ഞാൻ പറഞ്ഞില്ല, പ്രസംഗിക്കണം. പക്ഷെ അത് പ്രവർത്തനം നടത്തിക്കൊണ്ടുള്ള ഒരു പ്രസംഗം നമ്മൾ നടത്താൻ പറ്റും. വെറും പ്രസംഗം മാത്രം നടത്തിയതുകൊണ്ട് ഒരു പ്രയോജനമില്ല. പ്രായോഗിക തലത്തിലുള്ള ഇടപെടൽ പ്രവർത്തനം ഇതിനോടൊപ്പം കൊണ്ടുപോകുമ്പോൾ മാത്രമാണ്. ഇപ്പോ ഗോത്രമഹാസഭയുടെ കാര്യത്തിലെടുത്ത ഞാനാണതിലെ പ്രശ്നങ്ങളുടെ സ്ഥലമുള്ളതാണ്. ഇപ്പൊ ഇന്ന സ്ഥലത്ത് ഭൂമിയുണ്ട്, ഇന്ന സ്ഥലത്ത് ഭൂമിയുണ്ട്, ഇന്നത്തിന്റെ നിയമമുണ്ട്, നിയമത്തിനകത്തിന്റെ വകുപ്പുണ്ട് എന്ന് ഇത് ഞാൻ പ്രസംഗിച്ച ഏതെങ്കിലും ഒരു ആദിവാസി ഭൂമി കിട്ടുമോ? അട്രോസിറ്റീസ് ആക്ട് അനുസരിച്ച് ആദിവാസി നിയമമുണ്ട്. ആദിവാസികളുടെ അന്യായപ്പെട്ട ഭൂമി തിരിച്ചു കൊടുക്കാൻ നിയമമുണ്ട്. വനാവകാശം അനുസരിച്ച് ആദിവാസികൾക്ക് 10 ഏക്കർ ഭൂമി കൊടുക്കാൻ നിയമമുണ്ട്. 1975 നിയമമുണ്ട്. ആദിവാസികൾക്ക് ഭൂമി കൊടുക്കാൻ നിയമമുണ്ട്. ഈ നിയമം മാത്രം ഞാൻ എല്ലാ ആളുകളെ വിളിച്ചു കൂടി പ്രസംഗിക്കുക. ഇവിടെ ഇന്നത്തെ ഇത്ര ഏക്കറുണ്ട്, ഇന്നത്തെ ഇത്ര ഏക്കറുണ്ട്, ഇന്ന നിയമങ്ങളുണ്ട് എന്ന് ഞാൻ എന്റെ പ്രായം കഴിയുന്നവരെ പ്രസംഗിച്ചാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും 5 സെന്റ് ഭൂമി കിട്ടുമോ? കിട്ടില്ല. ഇങ്ങനെയുള്ള സംഭവം ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് അതിനെ എതിർക്കാനുള്ള വഴി പ്രവർത്തിക്കണം. അതാണ് അതിന്റെ പ്രവർത്തനമാണ് കുടിയേറ്റ സമരം. ഇന്നത്തെ ഭൂമി ഉള്ളതാണ്. ആ ഭൂമിയിൽ കയറി കുടികൾ വെച്ചപ്പോഴാണ് ആദിവാസികൾക്ക് ഭൂമി കൊടുക്കാൻ നിലപാടിലേക്ക് സർക്കാർ വന്നത്. ഈ നിയമമൊക്കെ നമുക്കറിയാം. ഇതൊക്കെ വെച്ചിട്ട് എല്ലാ ദിവസവും രാവിലെ വൈകുന്നേരം ആളുകൾ കൂടി പ്രസംഗിച്ചാൽ 5 സെന്റ് ഭൂമി ഇല്ലാതെ നിങ്ങളെ നന്നായിട്ട് എനിക്കറിയാം. അതുകൊണ്ടാണ് ഈ പ്രസംഗം ആവശ്യമായിട്ട് പറയുകയും അതിലുപരി പ്രവൃത്തി കൂടെ വേണം എന്നുള്ള നിലയിലേക്ക് നമ്മൾ മാറുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഈ കുടിയേറ്റ സമരവും മറ്റു സമരങ്ങളൊക്കെ നിരന്തരമായിട്ട് ഉണ്ടായത്. അതുകൊണ്ടാണ് ശരിക്കോ. അതുകൊണ്ട് ഇത്തരം പ്രവർത്തിക്കുന്ന സംവിധാനമാണ് നമ്മുടെ ഇടയിൽ ഉണ്ടാവുന്നത്. പ്രസംഗിക്കുന്നതെന്ന് പറയുന്നില്ല, പ്രസംഗിക്കാം. ഇപ്പോ ഈ വേറെ ഇന്റർനാഷണൽ കോൺഗ്രസിനകത്ത് അതിന്റെ പ്രധാനപ്പെട്ട ആള്
സഹിച്ചുകൊണ്ടിരുന്നാൽ കോൺഗ്രസ് പാർട്ടിയിലാണെങ്കിൽ ആൾ കൂടുമോ? അതിന് കൂടുമോ? കൂടില്ല. പക്ഷേ അയാൾ വെച്ച ചില ആശയങ്ങളും പ്രത്യയശാസ്ത്രവും ലക്ഷ്യങ്ങളുമുണ്ട്. ആ ലക്ഷ്യങ്ങൾ പ്രവർത്തിക്കുമ്പോഴാണ് ഇതിനുള്ള പാടി പോകുന്നത്. അതുകൊണ്ട് പ്രായോഗികമായിട്ട് പ്രവർത്തിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന തലത്തിലേക്ക് വരണം. നമ്മളുടെ കൂട്ടത്തിലെ ബാധകമാണ്. ആളുകൾ ഇറങ്ങി വർക്ക് ചെയ്ത് അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അതിന് വേണ്ട ചെറിയ ചെറിയ പരിഹാരങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവന്നാലേ ഈ സംവിധാനം ശക്തിയാവുള്ളൂ. അല്ലെങ്കിൽ ഇതിനകത്ത് 100 പ്രസംഗിക്കുന്ന ആളുകൾ ഉണ്ടായാലും ഇതിനകത്ത് ആളുകളൊന്നും ഉണ്ടാവില്ല. എനിക്ക് നന്നായിട്ടാണ്. അതുകൊണ്ട് പ്രവൃത്തി നമ്മൾ ചെയ്യുമ്പോൾ അതിനോടൊപ്പം തന്നെ ആവശ്യമായ സമയത്ത് പ്രസംഗം നമുക്ക് കൊടുക്കണം. പ്രസംഗം മാത്രം ചെയ്യുമ്പോൾ പ്രവൃത്തി ചെയ്യാതിരുന്നാൽ ഈ ആളുകളുടെ സമയവും സന്ദർഭവും അവരുടെ സാമ്പത്തികവും ഒക്കെ ഇല്ലാണ്ടാകുന്ന ആളുകൾ നമ്മളാവും എന്നുള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് നമുക്കിതിൽ മാറാനോ കാര്യങ്ങൾ ചെയ്യാനോ ഒന്നും പറ്റില്ല. അതുകൊണ്ട് വളരെ ശക്തമായിട്ടുള്ള ഇടപെടൽ ഗോത്രമഹാസഭയിലായാലും ജയത്തിലായാലും ഉണ്ടാവണം. നമ്മളുടെ വരുന്ന പുതുതലമുറകൾ നമ്മൾ അനുഭവിച്ച ദുരിതവും കഷ്ടപ്പാടും അവരുടെ ഭാഗത്ത് ഉണ്ടാവരുത്. അവർക്ക് അതില്ലാതിരിക്കണമെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ഇന്ന് പണിയെടുക്കാനേ പറ്റൂ. ആ പണിയാണ് ശരിക്കും നമ്മൾ എടുക്കേണ്ടത്. അത്തരം ഒരു സംഭവത്തിലേക്ക് ശേഷം നമ്മൾ വരണം. അപ്പോ നമ്മുടെ ഓരോ കാര്യങ്ങളും നമ്മളങ്ങനെ ഓരോന്നും പ്രസംഗത്തിന് നമ്മൾ 2ാം സ്ഥാനം കൊടുക്കുക, പ്രവൃത്തിക്ക് നമ്മൾ 1ാം സ്ഥാനം കൊടുക്കുക. പ്രവൃത്തിക്ക് 1ാം സ്ഥാനം കൊടുത്താലേ പ്രസംഗത്തിന് 2ാം സ്ഥാനം മാത്രം കൊടുത്താൽ മതി. അതിൽ 1ാം സ്ഥാനത്തിൽ കൊടുക്കണ്ട. അത് ആ രീതിയിലേക്ക് കാര്യങ്ങൾ ചെയ്തു വരാൻ നമ്മൾ തയ്യാറാവണം. അതിലേക്ക് നമ്മുടെ ആളുകൾ വളരെ സജീവമായിട്ട് കടന്നു വരുന്നു. ഇന്ന് കേരളത്തിൽ ഗോത്രമഹാസഭ പ്രസംഗം 2ാം സ്ഥാനം കൊടുക്കുകയും പ്രവൃത്തിക്ക് 1ാം സ്ഥാനം കൊടുക്കുകയും ചെയ്തതിന്റെ ഫലമായിട്ടാണ് ഇന്ന് ആദിവാസികൾക്ക് 35,000 ആദിവാസികൾ കൂട്ടിയിട്ടത്. പല സ്ഥലത്തും കൂട്ടിയിലേക്ക് അവർക്ക് കയറാനുള്ള നിയമങ്ങളും വ്യവസ്ഥകളും ഉണ്ടായത് അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ല. ഒരു പ്രസംഗം മാത്രം നടത്തിയാൽ ഇതിനെ ആരും പരിഹരിക്കില്ല. കാരണം അവർക്ക് വേറെ പണിയൊന്നുമില്ല. അവരെല്ലാ സമയത്തും ഈ പ്രസംഗം നടത്തുന്നതാണ്. അത് മൈൻഡാക്കേണ്ട ആവശ്യമില്ല എന്നാണ് വിചാരിക്കൂ. പക്ഷെ അതിനുള്ള പ്രവൃത്തി കൂടെ ചെയ്താൽ അവര് ആളുകൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവരോടൊപ്പം നമ്മൾ നിന്നാലേ നമ്മൾക്കും നമ്മളുടെ ഈ അവസ്ഥയെ മാറ്റമുണ്ടാക്കാൻ പറ്റും എന്നവർ സ്വയം വിചാരിക്കുകയും ഈ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് വരാത്ത സമയത്തേക്ക് ചെയ്യുന്നു. അതുകൊണ്ട് ആ ഒരു രീതിയിലേക്ക് നമ്മുടെ ആളുകൾ വരണം. ഓരോ കാര്യത്തിലും ഇടപെട്ട് അത്തരം സംവിധാനത്തിലേക്ക് ആളുകൾ വരാൻ തയ്യാറാവണം. വളരെ ശക്തമായിട്ടുള്ള ഒരു ഇടപെടൽ ആളുകളെല്ലാം വരും. എനിക്കായിട്ട് യാതൊരു ചർച്ചയില്ല. കാരണം ആളുകളുടെ പ്രശ്നം ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറുണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് ആളുകളുടെ പ്രശ്നം ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞാൽ നമ്മളുടെ ആളുകൾ വരും. അവരുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവണം. അതിനു വേണ്ടിയിട്ട് അവർ നിരന്തരമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത്തരം ശ്രമങ്ങൾ അവർ നടത്തുന്നതിനൊക്കെ നമ്മുടെ സഹായം കൂടിയാവുമ്പോൾ നല്ല രീതിയിൽ ആളുകൾ കാര്യങ്ങളിലേക്ക് വരും. ആ രീതിയിലേക്ക് ആളുകളെ കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. അതിന് JRP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി കേരളത്തിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഇതുവരെ ഒരു രാഷ്ട്രീയ സംവിധാനത്തിനകത്ത് പരിഹരിക്കാതെ പോയ ഒരു ജനതയാണ് ശരിക്കും കേരളത്തിലെ പട്ടികവർഗക്കാർ. ഇപ്പൊ എല്ലാ സമുദായത്തിന്റെ ആളുകളും സമുദായപരമായിട്ട് ഏകീകരിച്ച് അവരൊരു മുന്നണി സമവാക്യത്തിനകത്ത് അവർ കയറുന്നുണ്ട്. അതിലൂടെ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാനുള്ള ശ്രമം അവർ നിരന്തരം നടത്തി. അവരുടെ കുടുംബങ്ങൾ അതിന് കഴിഞ്ഞിട്ട് വികസന മാറ്റം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ
ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിക്ക് ഈ കേരളത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് ഈ ആളുകളുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരമാക്കാനുള്ള പരിശ്രമം നിരന്തരമായിട്ട് നടത്തുന്നുണ്ട്. അത് അധികാര പങ്കാളിത്തത്തിലൂടെയാണ് സാധ്യമാകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ മുന്നണി സഖ്യത്തിനകത്തേക്ക് ഇപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത്. കേരളത്തിൽ ചരിത്രത്തിലാദ്യമായി കേരളത്തിലെ പട്ടികജാതി മതേതരമാണ് ഒരു പൊളിറ്റിക്കൽ പാർട്ടി മുന്നണി സമവാക്യത്തിനകത്ത് വന്നിട്ടുണ്ട്. അതിലൂടെ പോയി നിയമസഭയിൽ അവരുടെ അവകാശങ്ങളെ, വിദ്യാഭ്യാസ അവകാശത്തെ, അവരുടെ ഗ്രാമീണ അവകാശത്തെ, ഭൂമിയുടെ അവകാശത്തെ, മറ്റെല്ലാ അവരുടെ അവകാശങ്ങളെയും അവിടെ ചർച്ച ചെയ്ത് ഈ ആളുകളുടെ ഇന്നത്തെ ദുരിത ജീവിതത്തിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം നമ്മുടെ ഭാഗത്തുണ്ടാവണം. അത് നമ്മുടെ ആളുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് നമ്മുടെ ആളുകൾക്ക് കൊടുക്കാൻ അവർക്ക് കഴിയണം. അതിലേക്ക് നമ്മുടെ ആളുകൾ വരണം. ആ ഒരു തയ്യാറെടുപ്പ് വളരെ സജീവമായിട്ട് നമ്മുടെ ഭാഗത്ത് ഉണ്ടാവേണ്ടതുണ്ട്. എന്തായാലും കേരളത്തിൽ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി JRP ഒരു വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് പരിവർത്തിച്ചുകൊണ്ടിരിക്കുക. കേരളത്തിൽ എല്ലാ ജില്ലകളിലും കമ്മിറ്റി വെറും 3 മാസം